നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അടൂർ തലപ്പച്ചേരിയിൽ കിണറിൽ വീണ് പുലി ചത്തു. മോഹൻ എന്നയാളുടെ കിണറിലാണ് പുലി വീണത്. ഒരു ദിവസം പഴക്കമുണ്ടെന്ന് കരുതുന്നു. വനാതിർത്തിയിൽ ജനങ്ങൾക്ക് ഭയം കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വെള്ളരിക്കുണ്ട് മിനി സിവിൽ സ്റ്റേഷനിൽ വനം വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടർക്ക് ആദരം. വളാംതോട് ചാമുണ്ടിക്കുന്നിലെ 105 വയസ്സുള്ള എങ്കപ്പൂ നായിക്കിനെ സബ് കളക്ടർ പ്രതീക് ജെയിൻ വീട്ടിലെത്തി ആദരിച്ചു. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അതിയാമ്പൂർ പ്രാദേശിക കമ്മിറ്റിയുടെ കാണിക്ക സമർപ്പണം നടന്നു. വടക്കൻ കേരളത്തിൽ ഉത്സവ സീസൺ ആരംഭിച്ചതോടെ ആരോഗ്യവകുപ്പ് പരിശോധനയും കർശനമാക്കി. കാഞ്ഞങ്ങാട് വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഉപയോഗപ്രദമല്ലാത്ത ഐസ്ക്രീം പിടികൂടി നശിപ്പിച്ചു. 71ാമത് സംസ്ഥാന സീനിയർ പുരുഷ കബഡി ചാമ്പ്യൻഷിപ്പ് പടന്നക്കാട് വെച്ച് നടന്നു. അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി P. ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. പടാർകുളങ്ങര ഭഗവതിയും പരിവാര ദൈവങ്ങളും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വാർത്തകൾ വിശദമായി. അടൂർ തലപ്പച്ചേരിയിൽ കിണറിൽ വീണ് പുലി ചത്തു. മോഹൻ എന്നയാളുടെ കിണറിലാണ് പുലി വീണത്. ഒരു ദിവസം പഴക്കമുണ്ടെന്ന് കരുതുന്നു. ഇന്ന് രാവിലെയാണ് ദേലമ്പാടിയിലെ മോഹനന്റെ വീട്ടുവളപ്പിലെ കിണറ്റിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. 3 ദിവസമായി വീട്ടിലെ മോട്ടോർ കേടായിരുന്നതിനാൽ കിണർ ഉപയോഗിച്ചിരുന്നില്ല. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടുകാർ പുലിയെ കണ്ടത്. ആൾമറയില്ലാത്ത കിണർ വലയിട്ട് മൂടിയ നിലയിലായിരുന്നു. വലയുടെ ഒരു ഭാഗം കീറിയിട്ടുണ്ട്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. വെറ്ററിനറി സർജനും ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പുലിയെ പുറത്തെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു. പ്രദേശത്ത് മാസങ്ങളായി പുലിയുടെ സാന്നിധ്യമുണ്ട്. ഇതിനെതിരെ പ്രത്യക്ഷ സമരവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. ജനവാസ മേഖലയിൽ നിന്ന് പുലിയുടെ ജഡം കണ്ടെത്തിയതോടുകൂടി വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. പ്രദേശത്ത് കൂടുതൽ പുലികളുടെ സാന്നിധ്യമുള്ളതായാണ് നാട്ടുകാരുടെ ആരോപണം. വനാതിർത്തിയിൽ ജനങ്ങൾക്ക് ഭയം കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വെള്ളരിക്കുണ്ട് മിനി സിവിൽ സ്റ്റേഷനിൽ വനം വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് ഫോറസ്റ്റ് ഡിവിഷൻ പരിധിയിൽ RRT അനുവദിക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇനി അനുവദിക്കുന്ന ആദ്യത്തെ RRT കാസർഗോഡ് ജില്ലയ്ക്കായിരിക്കും. അതിനായി ജനപ്രതിനിധികളുടെ സഹകരണം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വനമേഖലയിലെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിന് 640 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ നടപടി ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. അതാണല്ലോ നമ്മൾ ആലോചിക്കണം, എന്താണ് പരിഹാരം. അങ്ങനെ പരിഹാരമാർഗങ്ങൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം അത് സാധ്യമല്ല. ഞങ്ങൾ ചോദിച്ചു ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയോട്, ഇത് നടപ്പിലാക്കാൻ ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. ദയവായി കേന്ദ്ര ഗവൺമെന്റും ഈ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കും. ആരുടെയോ നന്മ കൊണ്ടോ തിന്മ കൊണ്ടോ ഇതുവരെ നടന്നിട്ടില്ല. വനാതിർത്തിയിൽ ജനങ്ങൾക്ക് ഭയം കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വന്യമൃഗ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതും ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ളതുമായ പദ്ധതികൾ നടപ്പിലാക്കും. കാസർഗോഡ് ജില്ലയിൽ നിലവിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പ്രത്യേക ദ്രുതകർമ്മസേനയുടെ പ്രപ്പോസൽ നൽകിയാൽ അംഗീകാരം നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. E. ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. സബ് കളക്ടർ പ്രതീക് ജെയിൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കാസർഗോഡ് വനം വകുപ്പിന് അനുവദിച്ച വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ്, അത്തിയടുക്കം നിവാസികൾക്ക് വനം വകുപ്പ് അനുവദിച്ച സർട്ടിഫിക്കറ്റ്, വനാവകാശ നിയമപ്രകാരമുള്ള കുടിവെള്ള പദ്ധതിക്ക് ഭൂമി അനുവദിക്കുന്നതിന്റെ രേഖാ കൈമാറ്റം, വനനീർ പദ്ധതിയുടെ ഉദ്ഘാടനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. വനനീർ ഓഡിയോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ഓഡിയോയിൽ ഗാനം രചിച്ച ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ NV സത്യൻ, ഗാനം ആലപിച്ച DFO K. അഷ്റഫ്, കോറസ് പാടിയ പാട്ടുകാർ തുടങ്ങിയവർക്ക് മന്ത്രി ഉപഹാരം നൽകി. ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. കണ്ണൂർ നോർത്തേൺ
കണ്ണൂർ നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപ സ്വാഗതവും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ K അഷ്റഫ് നന്ദിയും പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടർക്ക് ആദരം. വളാംതോട് ചാമുണ്ടിക്കുന്ന് മൂന്തന്റെ മൂലയിലെ 105 വയസ്സുള്ള എങ്കപ്പൂ നായിക്കിനെ സബ് കളക്ടർ പ്രതീക് ജെയിൻ വീട്ടിലെത്തി ആദരിച്ചു. വയസ്സ് 105 ആയെങ്കിലും വോട്ട് ചെയ്യാനുള്ള ആവേശം എങ്കപ്പൂ നായിക്കിന് മാറിയിട്ടില്ല. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്റെ അവശ്യതയൊക്കെ എങ്കപ്പൂ നായിക് മറക്കും. കോയത്തടുക്കത്ത ഇളയ മകൻ ശ്രീധരന്റെ ഒപ്പമാണ് ഇപ്പോൾ താമസം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ടവകാശം വിനിയോഗിച്ചു. പ്രായമുള്ളവർക്ക് വോട്ട് വീട്ടിൽ നിന്നും രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വീട്ടിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഇദ്ദേഹം. സബ് കളക്ടർ പ്രതീക് ജെയിൻ ഇദ്ദേഹത്തെ വീട്ടിലെത്തി ആദരിച്ചു. ഇവിടെ എല്ലാവരും we are present here and ഈ വർഷം national voters day theme ആയി nothing like voting, vote for sure. So as per the theme എല്ലാവരും vote ചെയ്യാൻ വേണ്ടി we have to ensure that everyone is voting and we take proud in voting. So ഈ പരിപാടിയുടെ എല്ലാവിധ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. പനത്തടി പഞ്ചായത്ത് അംഗം പ്രീതി അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം KK വേണുഗോപാലൻ, KJ ജെയിംസ്, പരപ്പ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ അബ്ദുൽ സലാം, ജില്ലാ ഇലക്ഷൻ ക്ലർക്ക് ബിനുകുമാർ PG, എങ്കപ്പൂ നായിക്കിന്റെ മകനും റിട്ടയർഡ് ലേബർ ഓഫീസറുമായ കേശവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വെള്ളരിക്കുണ്ട് തഹസിൽദാർ PV മുരളി സ്വാഗതവും ബൂത്ത് ലെവൽ ഓഫീസർ പ്രസീത നന്ദിയും പറഞ്ഞു. കിഴക്കുങ്കര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അതിയാമ്പൂർ പ്രാദേശിക കമ്മിറ്റിയുടെ കാണിക്ക സമർപ്പണം നടന്നു. അതിയാമ്പൂർ പ്രാദേശിക വനിതാ കൂട്ടായ്മയുടെ മെഗാ തിരുവാതിര അരങ്ങേറി. കിഴക്കുങ്കര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അതിയാമ്പൂർ പ്രാദേശിക ആഘോഷ കമ്മിറ്റിയുടെ കാണിക്ക സമർപ്പണം നടന്നു. ഇതിനു മുമ്പ് 2023 നടന്നത്. ഇപ്പോൾ 2025 ജനുവരി 30 മുതൽ ഫെബ്രുവരി 3 വരെയുള്ള കാലയളവിലാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. 30-ാം തീയതിയായി ഇന്നലെ ദീപവും തിരിയും കൊണ്ടുവന്ന് ഇതിൻ്റെ പ്രാരംഭം കുറിച്ചു. ഇന്നലെ രാത്രി ഉച്ചമ്മൽ കാഴ്ചാഘോഷ കമ്മിറ്റിയുടെ കാണിക്ക സമർപ്പണവും ഭക്ഷണവും അവരുടെ വകയായിരുന്നു. ഇന്ന് മുതൽ പരിപാടി ഉണ്ടായിരുന്നില്ല. കിഴക്കര കാഴ്ചാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാലിക്കറ്റ് യുവ ഈവൻസ് മെഗാ ഷോ രാത്രി 8:30 നടന്നു. തുടർന്ന് അതിയാമ്പൂർ പ്രാദേശിക വനിതാ കൂട്ടായ്മയുടെ മെഗാ തിരുവാതിര അരങ്ങേറി. ഫെബ്രുവരി 2 പുള്ളിക്കരിങ്കാളിയമ്മയുടെ ചുവടിനൊപ്പം ഭക്തി നിർഭരവും ആയിരങ്ങൾക്ക് അനുഗ്രഹവും ചൊരിഞ്ഞുകൊണ്ടുള്ളതും കളിയാട്ട മഹോത്സവത്തിന്റെ ചൈതന്യ പ്രതിരൂപവുമായ ആയിരത്തിരി മഹോത്സവം നടക്കും. രാത്രി 7 മണിക്ക് കോട്ടച്ചേരി മാതൃസമിതിയുടെ ഫ്യൂഷൻ കൈകൊട്ടിക്കളി നടക്കും. ഫെബ്രുവരി 3 വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. ഉച്ചയ്ക്ക് കോട്ടച്ചേരി കാഴ്ചാഘോഷ കമ്മിറ്റിയുടെ അന്നദാനം നടക്കും. വൈകുന്നേരം 5 മണിക്ക് തേങ്ങയേറ് നടക്കും. വിഷ്ണുമൂർത്തിയുടെ തിരുമുടിയെടുക്കലോടുകൂടി ഉത്സവത്തിന് സമാപനമാവും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വടക്കൻ കേരളത്തിൽ ഉത്സവ സീസൺ ആരംഭിച്ചതോടെ ആരോഗ്യവകുപ്പ് പരിശോധനയും കർശനമാക്കി. കാഞ്ഞങ്ങാട് വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഉപയോഗപ്രദമല്ലാത്ത ഐസ്ക്രീം പിടികൂടി നശിപ്പിച്ചു. വടക്കൻ കേരളത്തിൽ ഉത്സവ സീസൺ ആരംഭിച്ചതോടെയാണ് ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കിയത്. അജാനൂർ പഞ്ചായത്ത് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കാഞ്ഞങ്ങാട് കിഴക്കുംകരയിലെ കടയിൽ നിന്നും ഉപയോഗപ്രദമല്ലാത്ത ഐസ്ക്രീം പിടികൂടി. ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കിഴക്കുംകര ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഒരാൾ ഈ ബേക്കറിയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർ വീട്ടിൽ കൊണ്ടുപോയി പോയപ്പോൾ
ഐസ്ക്രീം വളരെ മോശമായി എന്നുള്ള രീതിയിൽ രാത്രി തന്നെ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഈ കട പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണെന്ന് മനസ്സിലായി. കാരണം സാധനത്തിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിലും ഫ്രീസർ തകരാറായതുകൊണ്ട് സാധനം മോശമായ സ്ഥിതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അടിയന്തരമായി ഇടപെട്ടുകൊണ്ടിട്ട് ഈ സാധനം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതിനു ശേഷം മാത്രമേ കട പ്രവർത്തിക്കാൻ പാടുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. പരിശോധനയ്ക്ക് ശേഷം കട അടപ്പിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തു. ബൈജു എസ് റാം, ദീപു സിഎം, പി ടി ശ്രീനിവാസൻ, എം പി ശ്രീനിവാസൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 71ാമത് സംസ്ഥാന സീനിയർ പുരുഷ കബഡി ചാമ്പ്യൻഷിപ്പ് പടന്നക്കാട് വെച്ച് നടന്നു. അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന കബഡി ടെക്നിക്കൽ കമ്മിറ്റി, കാസർഗോഡ് ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റി, പടന്നക്കാട് ഷാർക്ക് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവ സംയുക്തമായാണ് കബഡി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. മറ്റെല്ലാ ലഹരിയും ഉപേക്ഷിച്ച് കളി എന്ന ലഹരി മാത്രം മുന്നിൽക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ കബഡി പോലുള്ള മത്സരങ്ങൾ ഇപ്പോൾ പല സർവീസ് മേഖലകളിൽ പിന്നെ കബഡി താരങ്ങളും സർവീസ് മേഖല, നമ്മുടെ ഗവൺമെന്റ് സർവീസ് മേഖലകളിൽ പല താരങ്ങളും മുമ്പത്തെ അപേക്ഷിച്ച് എത്തുന്നത് കുറവാണ് എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ആ കളിയുടെ ഒന്നിച്ച് നിങ്ങളുടെ ജീവിതം ഭദ്രമാക്കാൻ വേണ്ടി ആ ഒരു മേഖലയിലും കൂടി നമ്മുടെ ഗവൺമെന്റ് സർവീസുമായി ബന്ധപ്പെട്ട മേഖലയിൽ കൂടി നമ്മുടെ എൻ്റെ മുന്നിലുള്ള പ്രിയപ്പെട്ട താരങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളെ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. സംഘാടക സമിതി ചെയർമാൻ ജോയി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ NV പവിത്രൻ സ്വാഗതം പറഞ്ഞു. കേരള കബഡി ടെക്നിക്കൽ കമ്മിറ്റി പ്രതിനിധി അനിൽകുമാർ റിപ്പോർട്ട് അവതരണം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P അനീശൻ, കേരള സ്പോർട്സ് കൌൺസിൽ മെമ്പർ ബാലൻ മാണിയാട്ട്, കേരള കബഡി ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ജഗദീഷ് കുമ്പള, റിട്ടയർഡ് എസ്ഐമാരായ രവീന്ദ്രൻ, ജയരാജ് KV, T സത്യൻ പടന്നക്കാട്, ശ്രീജിത്ത് PG, ബാലകൃഷ്ണൻ P, അനിൽ ബംഗളം തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഷാർക്ക് ഫ്രണ്ട്സ് ക്ലബ്ബ് സെക്രട്ടറി കൃഷ്ണദേവ് നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ നിന്ന് ഫെബ്രുവരി 18 നടക്കുന്ന ദേശീയ ടീമിനെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പടന്നക്കാട്. അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. പടാർകുളങ്ങര ഭഗവതിയും പരിവാര ദൈവങ്ങളും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വിഷ്ണുമൂർത്തിയുടെയും ഗുളികൻ തെയ്യത്തിന്റെയും പുറപ്പാടും പാടാർകുളങ്ങര ഭഗവതിയുടെ തിരുമുടി ഉയരലും നടന്നു. തുടർന്ന് തേങ്ങേറിയൽ ചടങ്ങോടുകൂടി 4 ദിവസം നീണ്ടുനിന്ന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ രാജീവ് ഗാന്ധി സ്മാരക എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ഫാർമസ്യൂട്ടിക്കൽ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വിഭാഗങ്ങളിലെ ബിരുദദാന ചടങ്ങ് നടത്തി. ആരോഗ്യ സർവകലാശാല ഫാർമസി ഡീൻ ഡോക്ടർ RS രാജശ്രീ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെയും രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിന്റെയും നേതൃത്വത്തിൽ പഠനം പൂർത്തിയാക്കിയ 80-ൽ പരം വിദ്യാർത്ഥികളാണ് ബിരുദം ഏറ്റുവാങ്ങിയത്. തൃക്കരിപ്പൂർ വടക്കേക്കൂവൽ MTP കൺവെൻഷൻ സെന്ററിൽ നടത്തിയ ബിരുദദാന ചടങ്ങ് കേരള ആരോഗ്യ സർവകലാശാല ഫാർമസി ഡീൻ ഡോക്ടർ RS രാജശ്രീ ഉദ്ഘാടനം ചെയ്തു. Studying speech therapy or exploring audiology, you have grown into skilled professionals ready to make a difference in the community. As someone who once stood in your place with B.Pharm degree from University of Kerala, I understand the challenges and triumphs that brought you here. ചെയർമാൻ അഷ്റഫ് അലി ബഷീർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ M പരിതാവി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K അരുൺകുമാർ, BSLP കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ദിവ്യ നമ്പീശൻ, സെക്രട്ടറി CH അബ്ദുൾ റഹീം, ട്രഷറർ TV ചന്ദ്രദാസ്, മുൻ ചെയർമാൻ PKC സുലൈമാൻ ഹാജി, ഡയറക്ടർമാരായ VV ബാബുരാജ്, പ്രദീപ് കുമാർ രാമപുരത്ത്, AP അഹമ്മദ് എന്നിവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി മിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്ര ഫേഷ്യൽ, മെഡി ഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടരുന്നു. തെയ്യംകെട്ട് മഹോത്സവത്തിനൊരുങ്ങി ബാത്തൂർ കഴകം, പനത്തടി, താനത്തിങ്കാൽ, വയനാട്ടുകുലവൻ ദേവസ്ഥാനം. ജൈവ പച്ചക്കറിയുടെ വിളവെടുപ്പ് നാടിന് ഉത്സവമായി. ബാത്തൂർ കഴകം, പനത്തടി, താനത്തിങ്കാൽ, വയനാട്ടുകുലവൻ ദേവസ്ഥാനം വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം പനത്തടി പാണ്ഡ്യാലക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന് സമീപം കോവിലകം വയലിൽ നടന്നു. രാജപുരം പോലീസ് പ്രിൻസിപ്പൽ ഇൻസ്പെക്ടർ പ്രദീപൻ കുമാർ സി ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ കൂക്കൽ ബാലകൃഷ്ണൻ, ട്രഷറർ മനോജ് പുല്ലുമല, ടി പി ശശികുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ വിൻസെന്റ്, രാധാ സുകുമാരൻ, കൃഷി ഓഫീസർ
അരുൺ ജോസ്, സുകുമാരൻ, വി കുമാരൻ, ഉണ്ണികൃഷ്ണൻ, KM രാഘവൻ, പ്രശാന്ത് താനത്തിങ്കാൽ, രാഘവൻ അരിയത്തടൽ, രാജേഷ്, ഗീത ഗംഗാധരൻ, മാധവി, ശശികല, കുസുമം എന്നിവർ സംസാരിച്ചു. 120 വർഷത്തിന് ശേഷം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെയും കൂടി ഇടപെടലുണ്ട്. ഇതിൽ കൃഷിക്കാരുടെ ഇടപെടലുണ്ട്, നാട്ടുകാരുടെ ഇടപെടലുണ്ട്. എല്ലാ ജാതി മത വ്യവസ്ഥയിൽപ്പെട്ട എല്ലാ ആളുകളും യോജിച്ചുകൊണ്ട് നാടിൻ്റെ ഒരു മഹോത്സവമായി നടത്തുന്നതാണ് വയനാട്ടുകുളവൻ തെയ്യംകെട്ട് മഹോത്സവം. അപ്പോൾ അതിന് പ്രധാനമായും ചെയ്യുന്ന നെൽകൃഷിയായാലും പച്ചക്കറി കൃഷിയായാലും മറ്റെല്ലാം ഇവിടുത്തെ ഭക്തജനങ്ങൾ ആ മണ്ണിലിറങ്ങി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളാണ്. മാർച്ച് 21, 22, 23 തീയതികളിലാണ് തെയ്യംകെട്ട് മഹോത്സവം നടക്കുക. ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്റർ പോളിടെക്നിക് കോളേജ് നോർത്ത് സോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടീം ജേതാക്കളായി. കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് ടീം റണ്ണേഴ്സപ്പായി. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 10 പോളിടെക്നിക് കോളേജ് ടീമുകൾ ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ 2 ദിവസങ്ങളിലായി മാറ്റുരച്ച ചാമ്പ്യൻഷിപ്പിന്റെ കലാശ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടീം കിരീടം ചൂടിയത്. കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് ടീം റണ്ണേഴ്സപ്പായി. സമാപന ചടങ്ങിൽ ചന്ദേര പ്രിൻസിപ്പൽ SA KP സതീഷ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഫുട്ബോളിന്റെ ഇല്ലങ്ങളാണ് നമ്മുടെ കേരള ടീമിലടക്കം അല്ലെങ്കിൽ ദേശീയ തലത്തിലേക്കും സംഭാവന ചെയ്ത ഒരു നാടാണ്. അതുകൊണ്ട് ഉദനൂരിന് അല്ലെങ്കിൽ തൃക്കരിപ്പൂരിന് ഫുട്ബോളിന് അതിൻ്റേതായ ഒരു പാരമ്പര്യമുണ്ട്. 2 ടീമുകളും തൃക്കരിപ്പൂരായാലും കാഞ്ഞങ്ങാടായാലും ഈ ഏരിയയിലുള്ള കുട്ടികൾ തന്നെയായിരിക്കും അധികം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നല്ലൊരു മത്സരം കാഴ്ചവെച്ചു എന്നറിഞ്ഞുള്ള സന്തോഷമുണ്ട്. മറ്റു പല ലഹരികളും യുവത്വത്തെ കീഴടക്കുന്നൊരു കാലഘട്ടത്തിൽ കളിയിലേക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കളിയിലെ കേവൻ ആര് എന്ന ചോദ്യത്തിന് ഏറ്റവും നല്ല മത്സരം ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഗെയിം ഏതാണ് എന്ന് ചോദിച്ചാൽ ലോകത്തിലുള്ള 80% അല്ലെങ്കിൽ 90% പേരും പറയുന്ന ഉത്തരം ഒന്നായിരിക്കും ഫുട്ബോളാണ്. TK വിജിത്ത് അധ്യക്ഷത വഹിച്ചു. പോളിടെക്നിക് ഗെയിംസ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം KP അഭിലാഷ്, നോർത്ത് സോൺ കൺവീനർ TP യുഗേഷ്, K പ്രിയേഷ്, യദു R ഗോവിന്ദ്, P മോഹനൻ എന്നിവർ സംസാരിച്ചു. ഉദനൂരിൽ നടന്ന നോർത്ത് സോൺ മത്സരത്തിലെ 1-2 സ്ഥാനക്കാർ ആലപ്പുഴയിൽ ഫെബ്രുവരിയിൽ നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് യോഗ്യത നേടി. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിങ്ക്വിഷർ മാതൃക ദേശീയ ടെക് ഫെസ്റ്റിവലിൽ പരിചയപ്പെടുത്തി പോളിടെക്നിക് വിദ്യാർത്ഥികൾ. കാറും ബസ്സും മറ്റു വാഹനങ്ങളും റോഡിൽ ഓടിക്കൊണ്ടിരിക്കുകയും നിർത്തിയിട്ടിടത്തും കത്തിയമരുന്ന കാലത്ത് ഇത്തരം അപകടങ്ങളിൽ തീപിടുത്തം നിയന്ത്രിക്കാൻ ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിങ്ക്വിഷൻ മാതൃക ദേശീയ ടെക് ഫെസ്റ്റിവലിൽ പരിചയപ്പെടുത്തി പോളിടെക്നിക് വിദ്യാർത്ഥികൾ. വാഹനങ്ങളുടെ എഞ്ചിൻ ഭാഗത്തും ഡാഷ്ബോർഡ് ഏരിയയിലും പാസഞ്ചർ ക്യാബിനിലും പിൻഭാഗത്തും പ്രത്യേകം സെൻസറുകൾ ഉപയോഗിച്ചാണ് തീ അണയ്ക്കേണ്ട എക്സ്റ്റിങ്ക്വിഷൻ പ്രവർത്തിക്കുക. സെമി ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നിരവധി കണ്ണൂർ ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലും കാറ് അതുപോലെ ബസ് നിരവധി വാഹനങ്ങൾ കത്തി നശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ആളപായമില്ലാതെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? കാരണം ഇപ്പോഴുള്ള വാഹനങ്ങളെല്ലാം സെൻസർ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. എവിടെയെങ്കിലും ഒരു സ്മോക്ക് വന്നാൽ പോലും നമുക്ക് അതിൻ്റെ ഡോറ് പോലും ഓപ്പൺ ആക്കാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് എങ്ങനെ നമ്മളെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും? ഇതിൽ ലോ ബഡ്ജറ്റായിട്ട് നമുക്കൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ സിസ്റ്റം എങ്ങനെ ഒരു കാറ് അതുപോലെ ഒരു ബസ് കാര്യങ്ങൾക്ക് ഇൻബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു രൂപമാണ് ഇവിടെ നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പ്രധാനമായും എഞ്ചിൻ റൂമിലാണ് തീയും പുകയും സാധാരണ ഉണ്ടാകാറ്. ഇതുകൂടി കണക്കിലെടുത്ത് പ്രഥമ പരിഗണനയും ഇവിടെ നൽകുന്നു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദേശീയ ടെക് ഫെസ്റ്റിവലിലാണ് പിലാത്തറ വിളയാങ്കോട് മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികൾ ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിങ്ക്വിഷൻ മാതൃക അവതരിപ്പിച്ചത്. വിളയാങ്കോട് MGM പോളിടെക്നിക് കോളേജിലെ UK ദേവരാഗന്റെ നേതൃത്വത്തിലുള്ള 4ാം സെമസ്റ്ററിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് മാതൃക തയ്യാറാക്കിയത്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്.
കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറിവാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടർന്നു. വിദ്യാനികേതൻ കാസർഗോഡ് മേഖലാ ഫൗണ്ടേഷൻ കലോത്സവം കിലുക്കം 2025 ബന്ദടുക്ക സരസ്വതി വിദ്യാലയത്തിൽ നടന്നു. സിനിമാ സോഷ്യൽ മീഡിയ താരം ആവണി അവൂസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാനികേതൻ കാസർഗോഡ് മേഖലാ ഫൗണ്ടേഷൻ കലോത്സവം കിലുക്കം 2025 എന്ന പേരിൽ ബന്ദടുക്ക സരസ്വതി വിദ്യാലയത്തിൽ നടന്നു. ജില്ലയിലെ 9 വിദ്യാലയങ്ങളിൽ നിന്നും 300-ൽ പരം നഴ്സറി വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരച്ചു. സിനിമാ സോഷ്യൽ മീഡിയ താരം ആവണി ആവൂസ് ഉദ്ഘാടനം ചെയ്തു. സരസ്വതി വിദ്യാലയം പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു.
സരസ്വതി വിദ്യാലയം പ്രധാനാധ്യാപിക ഉമ ടീച്ചർ സ്വാഗതം പറഞ്ഞു. ആലീസ് ജോർജ്, ശിവശങ്കരൻ നായർ, ഗണേശൻ പി ഗോപാലൻ മാസ്റ്റർ, സതീശൻ പള്ളിക്കര തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. മാണിക്കൂത്ത് ഗവൺമെന്റ് UP സ്കൂളിൽ കിളിക്കൂട്ടം സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് ഉദ്ഘാടനം ചെയ്തു. മാണിക്കൂത്ത് കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി മെമ്മോറിയൽ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ ദ്വിദിന സഹവാസ ക്യാമ്പ് കിളിക്കൂട്ടം ആരംഭിച്ചു. ഫെബ്രുവരി 1-2 തീയതികളിലായി നടക്കുന്ന സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് നിർവഹിച്ചു. അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി മാണിക്കൂത്ത് സ്കൂളിൽ പ്രത്യേക ഇനീഷ്യേറ്റീവ് എടുത്തൊരു ക്യാമ്പ് വെക്കുകയാണ്. ഈ ക്യാമ്പിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ കുറെ മാഷന്മാരുണ്ടല്ലേ? ആരാതെല്ലാം നിങ്ങളെ മാഷന്മാരാ? പുറത്തുള്ള കുറെ അധ്യാപകർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ? അവര് നിങ്ങളെ നന്നായി ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കളിച്ച് കളിയിലൂടെ അതുപോലെ നമുക്ക് കഥ പറഞ്ഞ് പാട്ടുപാടി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഓരോ ശ്രമം നടത്തിയാണ്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം ഷക്കീല ബദ്രുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് സ്കൂളിന് നൽകുന്ന ദിനപത്രത്തിന്റെ വിതരണ ഉദ്ഘാടനവും നടന്നു. ബാങ്ക് പ്രസിഡന്റ് M. രാഘവൻ പത്രം കൈമാറി. സഹവാസ ക്യാമ്പിന് ആവശ്യമായ സാമ്പത്തിക സഹായം കൈമാറൽ ഖാലിദ് MN, മുഹമ്മദ് കുഞ്ഞി എന്നിവർ നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക T. ശൈലജ ഏറ്റുവാങ്ങി. BPC ബേക്കൽ BRC KM ദിലീപ് കുമാർ, SMC ചെയർമാൻ അശോകൻ മാണിക്കൂത്ത്, കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി K. വിശ്വനാഥൻ, മദർ PT പ്രസിഡന്റ് സന്ധ്യ മാണിക്കൂത്ത് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക T. ശൈലജ സ്വാഗതവും ക്യാമ്പ് ഡയറക്ടർ M. രമേശൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് രാഹുൽ ഉദനൂരിന്റെ നേതൃത്വത്തിൽ കളിയൊരുക്കവും അനു E, ഹിമ EV എന്നിവരുടെ നേതൃത്വത്തിൽ പാട്ടിന്റെ പാലാഴിയും, ഷൈജു ബിരിക്കുളം ഇംഗ്ലീഷ് ക്ലാസും, ഷീന K. നിർമ്മാണ കളരിയും, സുരേഷ് CP ഗണിത ക്ലാസും, രമേശ് പുതിയറക്കൽ മാനത്തെ വിസ്മയങ്ങൾ എന്ന വിഷയവും കൈകാര്യം ചെയ്തു. ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. അൻപതിന്റെ നിറവിൽ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി 4 തുടക്കമാവും. 1975 പടന്നക്കാട് നെഹ്റു കോളേജിൽ രൂപീകൃതമായ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് വ്യത്യസ്തമായ പരിപാടികളുടെ സംഘാടനം കൊണ്ടും അക്കാദമിക രംഗത്തെ തിളക്കമാർന്ന വിജയം കൊണ്ടും മുന്നേറുകയാണ്. 2013 കോളേജിൽ PG കോഴ്സായ M.Com രൂപീകൃതമായത്. തുടർന്നുള്ള വർഷങ്ങളിൽ M.Com വിദ്യാർത്ഥികളുടെ സ്വപ്നമായ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിൽ 60ഓളം വിദ്യാർത്ഥികൾ കോഴ്സ് കാലയളവിൽ തന്നെ യോഗ്യത നേടി. ഇതുകൂടാതെ 20ഓളം വിദ്യാർത്ഥികൾ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിലും യോഗ്യത നേടി. 11ഓളം ചാർട്ടേഡ് അക്കൌണ്ടന്റ്സിനെ വാർത്തെടുക്കാനും ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചു. ആഘോഷിക്കുകയാണ്. ഏകദേശം 150ഓളം ചെറുതും വലുതുമായ പ്രോഗ്രാമുകളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിൽ ഒന്ന് നിങ്ങൾക്കൊരു ബ്രോഷർ കിട്ടിക്കാണും. കോമേഴ്സ് എക്സിബിഷൻ ഒരുപക്ഷെ കേരളത്തിലെ ക്യാമ്പസുകളിൽ മാനേജ്മെന്റ് ഫെസ്റ്റ്, മറ്റുള്ള ക്വിസ് കോമ്പറ്റീഷൻ ഇതൊക്കെ കാണുമ്പോഴും നമ്മളിതൊരു പുതിയൊരു ലൈവ് നമ്മൾ സയൻസ് എക്സിബിഷൻ കാണാം. പക്ഷെ കോമേഴ്സ് എക്സിബിഷൻ എവിടെയും കാണുന്നില്ല. അങ്ങനെ ഒരു നോവൽ ഐഡിയ ആയിട്ട് 5-6 തീയതികളിൽ ഏകദേശം നമ്മൾ 3000ഓളം +2 ഹൈസ്കൂൾ ഡിഗ്രി വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് നടത്തുകയാണ്. സഹകരണ മേഖലയിലെ HDC, JDC ഡിപ്ലോമ കോഴ്സുകൾക്ക് ബദലായ കോർപ്പറേഷൻ ജില്ലയിലെ ആദ്യമായി ഇലക്ടീവ് കോഴ്സായി വന്നത് നെഹ്റു കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. 50 വർഷം പിന്നിടുന്ന വേളയിൽ വിപുലമായ രീതിയിൽ 1 വർഷം നീളുന്ന വിവിധ ആഘോഷ പരിപാടികളോടെയാണ് സുവർണ ജൂബിലി വർഷം ആഘോഷിക്കുന്നത്. ഫെബ്രുവരി 4 നടക്കുന്ന ഉദ്ഘാടനത്തോടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമാവും. ഉദ്ഘാടനത്തെ തുടർന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ 3000ഓളം +1, +2 വിദ്യാർത്ഥികൾ സന്ദർശിക്കുന്ന കൊമേഴ്സ് എക്സിബിഷൻ, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ, ട്രൈബൽ ഫെസ്റ്റ് തുടങ്ങിയവയും നടക്കും. ഡോക്ടർ KV മുരളി, ഡോക്ടർ V. വിജയകുമാർ, ജിഷ PV, സുലൈമാൻ CH, സുരേഷ് ബാബു, ഗംഗാധരൻ കുട്ടമത്ത്, മനോജ് കുമാർ A എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് അമൃത വിദ്യാലയത്തിൽ ശാസ്ത്രമേളയും കരകൗശല പ്രദർശനവും ഫെബ്രുവരി 4-5 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി.
കുട്ടികളിൽ അന്തർലീനമായ കഴിവുകൾ തിരിച്ചറിയുകയും അവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒഡീസിയം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ശാസ്ത്ര കരകൌശല പ്രദർശനത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒറ്റയ്ക്കും കൂട്ടായും അവരവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കും. പരിസര പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും നാട്ടുകാർക്കും പ്രദർശനം കാണുവാനുള്ള അവസരമൊരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. ഈ വരുന്ന ഫെബ്രുവരി 4, 5 എന്നീ തീയതികളിൽ കാഞ്ഞങ്ങാട് അമൃതവിദ്യാലയത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന ഒഡീസിയം എക്സ്പോ എന്ന ആർട്ട് ആൻഡ് സയൻസ് എക്സിബിഷൻ സംഘടിപ്പിക്കാൻ പോവുകയാണ്. വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരുടെ സഹായത്തോടുകൂടി അവരുടെ കഴിവുകൾ ഈ എക്സിബിഷനിൽ പ്രദർശിപ്പിക്കുന്നതാണ്. കുട്ടികളുടെ അന്തർലീനമായി കിടക്കുന്ന കഴിവുകൾ കണ്ടെത്തുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ എക്സ്പോയുടെ ലക്ഷ്യം. ആർട്ട് ഗാലറി, പ്ലാനറ്റേറിയം, 3D ഷോ, വെർച്വൽ റിയാലിറ്റി ഷോ, അതുപോലെ തന്നെ രാമായണത്തെ ആസ്പദമാക്കിയുള്ള പെയിന്റിങ്ങുകൾ എന്നിവ ഇതിൽ പ്രധാനപ്പെട്ട ആകർഷണങ്ങളാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ശാസ്ത്രരംഗങ്ങളിലുള്ള അഭിരുചികൾ വളർത്താൻ പ്രചോദനമാകുന്ന രീതിയിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്ലാനറ്റോറിയം, ആർട്ട് ഗാലറി, രാമായണത്തെ ആസ്പദമാക്കിയുള്ള പെയിന്റിങ്ങുകൾ, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങൾ പകർത്തിയ ഫോട്ടോകൾ, 3D വേൾഡ്, VR ഷോ, വിവിധ കളികൾ തുടങ്ങിയവയെല്ലാം എക്സിബിഷന്റെ പ്രധാന ആകർഷണങ്ങളാണ്. ബ്രഹ്മചാരി വേദവേദ്യാമൃത ചൈതന്യ, നാടൻപാട്ട് കലാകാരൻ സുരേഷ് പള്ളിപ്പാറ, വയലിനിസ്റ്റ് ശ്രീജിത്ത് പി തുടങ്ങിയ നിരവധി വിശിഷ്ട വ്യക്തികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഫെബ്രുവരി 4, 5 തീയതികളിലാണ് പരിപാടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടൂർ തലപ്പച്ചേരിയിൽ കിണറിൽ വീണ് പുലി ചത്തു. മോഹൻ എന്നയാളുടെ കിണറിലാണ് പുലി വീണത്. ഒരു ദിവസം പഴക്കമുണ്ടെന്ന് കരുതുന്നു. വനാതിർത്തിയിൽ ജനങ്ങൾക്ക് ഭയം കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വെള്ളരിക്കുണ്ട് മിനി സിവിൽ സ്റ്റേഷനിൽ വനം വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടർക്ക് ആദരം. വളാംതോട് ചാമുണ്ടിക്കുന്നിലെ 105 വയസ്സുള്ള എങ്കപ്പൂ നായിക്കിനെ സബ് കളക്ടർ പ്രതീക് ജെയിൻ വീട്ടിലെത്തി ആദരിച്ചു. കിഴക്കുകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അതിയാമ്പൂർ പ്രാദേശിക കമ്മിറ്റിയുടെ കാണിക്ക സമർപ്പണം നടന്നു. വടക്കൻ കേരളത്തിൽ ഉത്സവ സീസൺ ആരംഭിച്ചതോടെ ആരോഗ്യവകുപ്പ് പരിശോധനയും കർശനമാക്കി. കാഞ്ഞങ്ങാട് വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഉപയോഗപ്രദമല്ലാത്ത ഐസ്ക്രീം പിടികൂടി നശിപ്പിച്ചു. 71ാമത് സംസ്ഥാന സീനിയർ പുരുഷ കബഡി ചാമ്പ്യൻഷിപ്പ് പടന്നക്കാട് വെച്ച് നടന്നു. അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി P. ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. പടാർകുളങ്ങര ഭഗവതിയും പരിവാര ദൈവങ്ങളും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.